നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. പേളിമാണിക്ക് റിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. കുറെ മുന്നേ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ എന്താ എങ്ങനെ പറയണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ പറയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അതിനൊക്കെ റോബിൻ രാധാകൃഷ്ണൻ വന്നെങ്ങാണ്ട് ആ വ്യക്തിക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ BJP കുറിച്ച് ഏതെങ്കിലും സെലിബ്രിറ്റി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് അണ്ടനും മടകോടനും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ ആൾക്കാരും വരും. കാരണം അത് അത്രേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി. അവരെന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, അവർ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്നും ഈ ആൾക്കാർ നോക്കൂല. മനസ്സിലായില്ലേ? അവർ BJP അനുകരിച്ചു എന്ന് മാത്രം, ഇവരുടെ ക്വാളിറ്റി പോലും നോക്കൂല. അതുകൊണ്ട് റോബിനെ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പാർട്ടിയുടെ ക്വാളിറ്റി. അത് ആ പേളിമാണി എന്ന വ്യക്തിയേക്കാളും മോശമാണ് എന്നേ പറയാനുള്ളൂ. ഇനി പേളിമാണിക്കുള്ള മറുപടി. പേളിമാണിയെ 1987 ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരാൻ റെഡിയായി നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയ വർഷം ഒരു സിനിമ ചെങ്കോൽ, കിരീടം അല്ലേ, കിരീടം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു വ്യക്തത എനിക്ക് എപ്പോഴും പയക്കുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴ്ത്തുന്നത് ഇതാക്കണം. ഞാൻ അതിൻ്റെ പേര് പിന്നെ പിടിച്ച് ഷെയർ കൊണ്ടുവെക്കരുത്. ഇറങ്ങിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വീണിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട്, അത് 87 ഇറങ്ങിയ സിനിമയുടെ പേരാണ് തനിയാവർത്തനം, ഒരു മാസ്റ്റർ പീസ്. അത് കഴിഞ്ഞാണ് ഈ സിനിമ ഇറങ്ങിയത്. അതിനുശേഷം സദയം, സാഗരം സാക്ഷി, ഇസൈനസ് അബ്ദുള്ള, ആകാശദൂത്, പ്രണയവർണ്ണങ്ങൾ, എന്താ പറയാ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഇഷ്ടം പോലെ സിനിമ, ഇഷ്ടം പോലെ. അതായത് നിങ്ങൾ അമ്മയുടെ ഇഞ്ഞിഞ്ഞ കുടിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ ഇപ്പോഴും കണ്ടിരിക്കാൻ പറ്റുന്ന, ഇപ്പോഴും കണ്ട കണ്ണ് നിറയുന്ന ഒരുപാട് സിനിമ എടുത്ത് റെഡിയാക്കി വെച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സംവിധായകനാണ്. അദ്ദേഹം ഒരു ഫിലിയർ അല്ല. മനസ്സിലായോ? ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അയാളുടെ ലൈഫ് തട്ടിയെടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ സിബിമേൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറ്റം പറയാൻ യാതൊരു അവകാശമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഫെയിലിയറാണ്. നിങ്ങൾക്ക് അവകാശമില്ലാത്ത, അർഹതയില്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നിങ്ങളത് ഓർക്കണമായിരുന്നു. പിന്നെ ഈ CJP-ക്കാരെ പിന്തുണച്ചത്, അത് നമ്മുടെ ആറാട്ടനെ തന്നെ നിങ്ങൾക്ക് ഇതിന് റിപ്ലൈ തന്നിട്ടുണ്ട്. വേറെ ഒരു റിപ്ലൈൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അത്ര ഉള്ളട്ടോ. പിന്നെ ഇപ്പം അദ്ദേഹം പടം എടുത്തിട്ട് വിജയിക്കുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ സമയത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഇപ്പോഴത്തെ ജനറേഷനെ തൃപ്തിപ്പെടുത്തുന്ന പടം എടുത്ത് വിജയിക്കാൻ കഴിയൂല. കാരണം എല്ലാവർക്കും ഒരു ഗ്യാപ്പ് വരും. എല്ലാവർക്കും ഒരു പ്രായമാകും തോറും പഴയ ടൈപ്പ് ആ ഒരു സ്റ്റൈലേ അവർക്ക് അറിയുള്ളൂ. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കുറച്ച് ചെറുപ്പമാണ്. ഇതിന് മുന്നേ കുറേ ചെറുപ്പമായിരുന്നു. കുറേ കഴിഞ്ഞാൽ കുറേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ വാർദ്ധക്യമൊക്കെ തിരുത്തും. അപ്പോൾ നിങ്ങൾ എത്ര മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല, നിങ്ങളുടെ വാർദ്ധക്യം എടുത്ത് കാണിക്കും. അതേപോലെയാണ് എത്ര നല്ല പടങ്ങൾ എടുത്താലും അവരുടെ പഴയ സ്റ്റൈല് കാണിക്കും തോറും നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഒരു സീരിയൽ ടൈപ്പ് ഓഫ് മൂവീസ് ആയിട്ട് തോന്നുള്ളൂ. കാരണം പണ്ട് നമ്മളൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ പഴയ നസീറിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താ പറയല്, ചിരിച്ചൂലേ? അതേപോലെ. പക്ഷെ അവരുടെ കാലത്ത് അവരൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇറക്കിയിട്ട് മലയാളത്തിന്റെ മാസ്റ്റർ പീസുകൾ ഇറക്കിയ സംവിധായകരിൽ പ്രമുഖനായ ഒരാളാണത്. ആദ്യത്തെ 5 പേരിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകും. അതുകൊണ്ട് വായി തോന്നിയത് വിളിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങളെക്കുറിച്ച് അറിയിക്കുക, അദ്ദേഹം ആരാണെന്ന് അന്വേഷിച്ച നന്നായനെ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും കുറേ പറയണമെന്നുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് കുറേ രാഷ്ട്രീയപരമായിട്ടാകും, പിന്നെ കുറേ പറയേണ്ടി വരും കേട്ടോ. അത് നിങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല. കണ്ടവരുടെ ജീവിതം തട്ടിയെടുത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല. കേട്ടല്ലോ? പിന്നെ റോബിനെ, ഏത് നാറുകളും പിടിച്ച് സ്വന്തം പാർട്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഏത് നാറുകളും BJP-ക്കാരെ പിടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞുങ്ങാണ്ട് ആ പാർട്ടിക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പം ആ പാർട്ടിക്ക് അതിൻ്റെ ക്ഷീണം. മനസ്സിലായില്ലേ? അതാദ്യം മനസ്സിലാക്കുക. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ നിലപാടുകൾ വേണം.
അല്ലാതെ ഒരു ഫെയിം കണ്ടെങ്ങാണ്ട് ഫെയിം കണ്ടെങ്ങാണ്ട് നീ ഇങ്ങോട്ട് പോരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, അത് അവരുടെ ഫോളോവേഴ്സ് നിങ്ങളുടെ കൂടെ പോരുമെന്നുള്ള മൂഢമായ ചിന്തയാണ് ആ പാർട്ടി കേരളത്തിൽ വളരാതിരിക്കാൻ, കേരളത്തിലല്ല ഇന്ത്യ തന്നെ വളർന്നിട്ടില്ല, കള്ള വോട്ടും ചെയ്തെങ്ങാണ്ട് ജയിക്കുന്നൊരു പാർട്ടി. കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മെയിനായിട്ട് മഹദി പേളിമാണിക്കുള്ള റിപ്ലൈ ആണ്. പേളിമാണി ഇത് കാണുകയില്ലെന്നറിയില്ല. എന്തായാലും നിങ്ങളെങ്കാട്ടിലൊക്കെ എത്രയോ ഹിറ്റായി എത്രയോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സിബി മലയിൽ. നിങ്ങളെങ്കാട്ടിലും എത്രയോ ആളുകൾ അറിയുന്ന വ്യക്തിയാണ് സിബി മലയിൽ. മനസ്സിലായല്ലോ? എന്നാ ശരി.